അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. എന്താ പറയണത്? നിസ്കാരം ഫഹ്ശാ മുൻകറിനെ തടയുന്ന, ഫാഹിഷത്തിനെയും മുൻകറായ കാര്യത്തെയും നിസ്കാരം തടയുമെന്ന് പറയുമ്പോൾ നിസ്കാരം അങ്ങനെ തടയുന്നില്ലെങ്കിൽ നമ്മൾ നിസ്കാരമായിട്ടില്ല എന്നതിൽ മനസ്സിലാക്കാം. ഒരാൾ നിസ്കരിക്കുന്നു, ഫാഹിഷത്തായ കാര്യത്തിൽ യാതൊരു മുടക്കമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു, മുൻകറായ കാര്യം ചെയ്യുന്നു. ഫാഹിഷത്ത് മുൻകറിട്ട എന്താ അതിൻ്റെ പ്രത്യേകത? ഫഹ്ഷ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സമൂഹത്തിൽ വെളിവായ തിന്മയാണത് ഫഹ്ഷ മുൻകർ. അപ്പോൾ സമൂഹത്തിൽ ജലീയായ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെളിവായ തിന്മ, അതിനെ നിസ്കാരം തടയുന്ന പറഞ്ഞു. മുനാഫിക്കീങ്ങൾ നിസ്കരിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കും. അവർ ജലിയായ തിന്മയിൽ നിന്ന് തടയപ്പെട്ടവരല്ലേ. മുനാഫിക്കീങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലും ഇസ്ലാമിക കോടതിയിൽ. സഹാബാക്കളുടെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബാക്കളും കൂട്ടത്തിൽ മുനാഫിക്കീങ്ങളുണ്ടായിരുന്നു. അവരിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? രഹസ്യമായിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം പരിഗണിക്കൂല കേട്ടാ. ഇസ്ലാം പരിഗണിക്കാന് 4 സാക്ഷികൾ മുഖേനുള്ള വ്യഭിചാരിയെയാണ് എറിഞ്ഞു കൊല്ലുക. ഈ 4 ആള് സാക്ഷി എന്നിട്ട് ഒരാൾ വ്യഭിചാരിയാന്ന് തെളിയിച്ചാൽ പ്രത്യേക പ്രതിഫലമൊന്നുമില്ല. അത് പുണ്യമുള്ള കാര്യമല്ല. ഇയാൾ എറിഞ്ഞ് കൊല്ലപ്പെട്ടില്ല, ഇയാളെ ഹൈഡ് ചെയ്ത് വെച്ച് എന്നതുകൊണ്ട് പരലോകത്തെ ഇയാൾ ശിക്ഷിക്കപ്പെട്ടോളണമെന്നില്ല. അയാൾ തൗബ ചെയ്താൽ മതി. ഒരിച്ചിട്ട് കണ്ണുനീര് അതിൻ്റെ പേരിൽ വന്നിട്ട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു കബൂലാക്കിയാൽ രക്ഷപ്പെട്ട്. മറ്റേതൊരു സാമൂഹികമായ സംഭവം വേറെ ഒന്നാണ്. അപ്പം നിസ്കാരം ശരിയായിക്കണോന്ന് അറിയണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡമാണ് ഫഹ്ശാ മുൻകറിനെ തൊട്ട് അതിന് തടയാൻ ശേഷിയുണ്ട് നമ്മുടെ നിസ്കാരത്തിന്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? നിസ്കാരം, ഫലപ്രദമായ നിസ്കാരം ഒരു സമൂഹത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ ഫഹ്ശാ മുൻകർ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാവും. അത്ര ചെയ്താൽ മതി. അതാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം. അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞത്, വളു നല്ല പോലെ എടുക്കുന്ന ഒരു ഉമ്മത്താണെങ്കിൽ ആ ഉമ്മത്തിൻ്റെ എല്ലാ മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അസ്ബഅൽ വുളു എടുക്കണം. അസ്ബഅൽ വുളു എന്താ? സമ്പൂർണമായ വുളു. എല്ലാ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചു കൊണ്ടുള്ള ഒരു വുളു ഒരാൾ എടുക്കുകയാണെങ്കിൽ അതിനുള്ള ശ്രദ്ധ അയാൾക്കുണ്ടാവും. എന്നെങ്കിലല്ലേ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം സുന്നത്തിനോടുള്ള പ്രാധാന്യം, വുളുവിനോടുള്ള പ്രാധാന്യം, ദീനിനോടുള്ള പ്രാധാന്യം, അത് അള്ളാഹുവിനോടുള്ള പ്രാധാന്യം ഒക്കെ വന്നയാളെ മനസ്സിൽ എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അസ്ബഅൽ വുളു എടുക്കുന്ന ശീലക്കാരനാണ് അയാളെങ്കിൽ ഈ ഒരു ചിന്താഗതിയിൽ അയാൾ എത്തിയിട്ടുണ്ടാവുമല്ലോ. ആ ചിന്താഗതി എത്തിയാൽ പിന്നെ ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടില്ലേ. അപ്പം ഇത് ശരിയാക്കി അതൊക്കെ ശരിയായി. അസ്ബഅൽ വുളു എടുത്ത ഒരാൾ പിന്നെ നിസ്കാരത്തിൽ സുബ്ഹാനല്ലാഹ് വെക്കൂല. സുബ്ഹാനല്ലാഹ് മോഷ്ടിക്കുന്ന ആളാണ് നിസ്കാരത്തിലെ ഏറ്റവും വലിയ കള്ളൻ. നമ്മളെ സുബ്ഹാനല്ലാഹ് അങ്ങനല്ലേ? അപ്പൊ സുബ്ഹാനല്ലാഹ് മോഷ്ടിക്കുന്ന ആള്, അപ്പൊ സുബ്ഹാനല്ലാഹ് മോഷ്ടിക്കൂല. അവൻ സമ്പൂർണ്ണ വുളു എടുക്കാനുള്ള ശ്രദ്ധ, സ്നേഹം. ആരോട് സ്നേഹം? അള്ളാഹുവിനോട്, റസൂലിനോടുള്ള സ്നേഹം. പരലോകത്താണ് യഥാർത്ഥ ജീവിതം എന്നുള്ള സത്യം അവൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ സമ്പൂർണമായൊരു നിസ്കാരക്കാരൻ നമ്മളാകാൻ എന്താണ് വഴി? അതിനേറ്റവും എളുപ്പമുള്ള വഴിയുണ്ട്. എന്താ? നമ്മളെ പരിസരത്ത്, നമ്മളെ കയ്യെത്തും ദൂരത്ത്, നമ്മളെ നടന്നെത്തും ദൂരത്ത് സമ്പൂർണമായി നിസ്കരിക്കുന്ന പെർഫെക്റ്റ് നിസ്കാരക്കാരൻ ആരെങ്കിലും നമ്മൾ കണ്ടെത്തണം. അയാളെ കൂടെ നിസ്കരിച്ച് അയാളെ നിന്ന് നിസ്കാരത്തിനെ കുറിച്ച് പഠിക്കുക, അയാളെ നിസ്കാരത്തെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ നിസ്കാരം അങ്ങനെ ആവും. അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ കൂടെ ഒരു തവണ നിസ്കരിച്ച ഒരു സുഹൃത്ത് പറഞ്ഞ്, മൂപ്പര ജീവിതത്തിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു അതെന്ന്. അതിനുശേഷം പിന്നെ മൂപ്പര നിസ്കാരമൊക്കെ എന്തായി?
പെർഫെക്റ്റ് മൂപ്പരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം നിസ്കാരത്തിന് നമ്മൾ കൊടുക്കുന്ന കോൺസെൻട്രേഷൻ, ആ സക്കീനത്ത്, അപ്പം ഇനി നിസ്കരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സുക്കൂൻ ഇങ്ങനെ വരികയാണ് മനസ്സിലേക്ക്. ഇതുകൊണ്ടാണ് ജമാഅത്ത് നിസ്കാരത്തിന് വലിയ പ്രാധാന്യം വന്നത്. മനസ്സിലായില്ലേ? 27 പ്രതിഫലം ജമാഅത്ത് നിസ്കാരത്തിനുണ്ട്. വെറുതെ കൊടുക്കണ ലാ യഷ്കാ ബിഹിം ജലീസുഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് സാലിസ്ഥാൻ അടുത്ത് പഠിച്ചപ്പോൾ ഈ ഹദീസിന് മൂപ്പര് കൊടുത്ത അർത്ഥം എന്താ അറിയോ? ഇന്നലില്ലാഹി മലായിക്കത്തുൻ സയ്യാഹീൻ, സയ്യാഹീങ്ങളായ മലായിക്കത്തുണ്ട് അള്ളാഹുവിന്. യൽതമിസൂന അഹ്ല ദിക്ർ, ദിക്റിന്റെ ആൾക്കാരെ അവർ തേടി നടക്കുകയാണ്. ഏതാ ദിക്റിന്റെ ആൾക്കാരെന്ന് സാലിസ്ഥാൻ അർത്ഥം വെച്ചത് ജമാഅത്ത് നിസ്കാരത്തെ അവർ തേടി ഇറക്കുകയാണെന്നാണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് അത് ദിക്റുള്ളതല്ലേ, നിസ്കാരം ദിക്റുള്ളതല്ലേ. അപ്പം അതിനെ തേടി നടക്കുകയാണ്, മലായിക്കത്തോടെ പൊതിയും. ഈ ദീർഘമായ ഹദീസിന്റെ അവസാനത്തെ കഷ്ണാണല്ലോ ലാ യഷ്കാ ജലീസുഹും. അവരെ കൂടെ ഇരുന്നവൻ പരാജയപ്പെടൂല, നിരാശപ്പെടേണ്ട, അവനും കിട്ടും. അതെപ്പോഴാ ആ ഒരു സംഭാഷണം വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? തങ്ങളല്ല പറയണത്, ഇതാരാ പറയണത്? അള്ളാഹു തആല പറയണത്. ഇത് ഖുദ്സിയായ ഹദീസാ, ഹദീസ് ഖുദ്സിയാ. അപ്പോൾ അള്ളാഹു തആല ആ സദസ്സിൽ കൂടിയ ആളുകൾക്ക് ദോഷം പുറത്തു എന്നല്ല പറയണത്. ഉഷ്ഹിദുക്കും മലായിക്കത്തി കത് ഗഫർതു ലക്കും എന്നാണ്. അങ്ങനെ അവർക്ക് മുഴുവൻ ഞാൻ പുറത്തു കൊടുത്തു എന്ന് നിങ്ങൾ സാക്ഷിയാണെന്ന് മലായിക്കത്തിനോട് പറയുമ്പോഴാണ് അവർ ചോദിക്കുന്നത്. അവിടെ വേറെന്തോ ഒരു ആവശ്യത്തിന് വന്നിട്ട് ഇരുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ലക്ഷ്യതല്ല. അപ്പം അയാൾ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ പള്ളിയിൽ നിസ്കാരം കണ്ടതുകൊണ്ട് അയാൾ കയറി നിസ്കരിക്കാൻ കൂടി എന്നല്ലാതെ അയാൾ നിസ്കാരം ലക്ഷ്യമാക്കി വന്ന ആളല്ല. അങ്ങനത്തെ ഒരാൾ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പം ജമാഅത്ത് നമസ്കാരം ഉൾപ്പെടെയുള്ള എല്ലാ ദിക്ർ മജ്ലിസുകൾക്കും ഈ പോരിശയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അല്ലേ? നമ്മൾ ദിക്ർ ആൾക്കാർക്ക് മാത്രമായിട്ടാണ് വിചാരിച്ചത്. അക്കിമി സ്വലാത്ത ലിദ്ദിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ദിക്റാണ്, നിസ്കാരം ദിക്റല്ലേ. അപ്പം ആ പോരിശ ആർക്കുണ്ട്? ഇതിനുണ്ട്. അപ്പം ദിക്റോട് കൂടി നിസ്കരിക്കുന്ന ഒരു സമൂഹമാകണം. അതുകൊണ്ട് പ്രശ്നം അവിടെ. ദിക്റില്ലാതെ ഗഫലത്തായി നിസ്കരിക്കുന്ന ഒരു വൈഫത്താണെങ്കിൽ ഇത് കിട്ടുമോ? ഹുമുൽ കൗമു ലാ യഷ്കാ ജലീസുഹും എന്നാ പറഞ്ഞത്. അവർ കൗമാണ്. ആര്? അള്ളാഹുവിൻ്റെ ദിക്ർ കൽബിലുള്ള, കൽബ് കൊണ്ട് ദിക്ർ ചെയ്യുന്ന ആള്. അവർ ആരാ? കൗമാണ്. അവരെ വേണം അള്ളാഹു തആല കൗമ എന്ന് പേരിട്ടത്. ആ കൗമിൻ്റെ കൂടെ ഇരുന്നവൻ എന്നാ പറഞ്ഞത്. ഇരുന്നവൻ പരാജയപ്പെടൂല, അവൻ നിരാശപ്പെടേണ്ടി വരില്ല, അവനക്ക് കിട്ടും. ആ മഗ്ഫിറത്ത് അവർക്കും കിട്ടും. അപ്പം ഈ രൂപത്തിലുള്ള വലിയ പ്രാധാന്യം ജമാഅത്ത് നിസ്കാരത്തിനുണ്ട്. ജമാഅത്ത് നിസ്കാരമാണ് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ദിക്ർ ഹൽക്ക. ഹൽക്കല്ല എന്നുള്ളവിടെ സഫാണ്, ഹിലക്കല്ല, സഫാണ്. സഫിനെ കുറിച്ച് സൂറത്ത് സഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഫായിട്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ച്. പിന്നെ നിസ്കാരത്തിലെ സഫിനെ കുറിച്ച് വേറെ പല രൂപത്തിലും നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, കം ടു ദ പോയിന്റ്. വാട്ട് ഈസ് ദ പോയിന്റ്? എന്താ പോയിന്റ്? ജമാഅത്ത് നിസ്കാരത്തിന് പ്രാധാന്യം വരാൻ കാരണം എന്താണ്? നിസ്കരിക്കുന്ന ആളുകളിൽ നല്ലൊരു സംഖ്യ ആളുകൾ, നല്ലൊരു ശതമാനം ആളുകൾ, അതിൻ്റെ ആ ഭൂരിപക്ഷം ആളുകളും പെർഫെക്റ്റ് നിസ്കാരക്കാരാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സ്വാധീനം എവിടേക്ക് കിട്ടും? പെർഫെക്റ്റ് അല്ലാതെ പിന്നെ തുടർന്ന ആൾക്കും കിട്ടും. സ്വാലിഹീങ്ങളായ നല്ല ആളുകളെ തുറന്ന് നിസ്കരിച്ചാൽ അവനും മഗ്ഫിറത്ത് കിട്ടുന്ന മറ്റൊരു ഉദ്ധരണി ആപ്തവാക്യം കൊണ്ടിരുന്നു. ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു മുമ്പ്. അൻ ബഅദു സ്വാലിഹീന മൻ സല്ല വറാഅ മഗ്ഫൂരിൻ ഗുഫിറ ലഹു. മഗ്ഫിറത്ത് കിട്ടിയ ഒരാളെ പിന്നെയും നിസ്കരിച്ചാൽ അവർക്കും മഗ്ഫിറത്ത് കിട്ടുന്ന. ഇതാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം. ഒരു സമൂഹത്തിൽ പെർഫെക്റ്റായ ജമാഅത്ത് നിസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദഅവത്താണ്. അപ്പോൾ ആ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ആ പെർഫെക്റ്റ്നെസ് പകർന്നു കിട്ടുകയാണ്. അപ്പോൾ അവരുടെ നിസ്കാരവും ഇവരുടെ നിസ്കാരവും തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകറാകുകയാണ്. അപ്പോൾ ആ സമൂഹത്തിൽ ഫഹ്ശാ മുൻകർ ഇല്ലാതിരിക്കുകയാണ്. എന്താ അതിൻ്റെ ആ ഒരു മുസൽസലായിട്ട് വരുന്ന അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കിയാൽ. അപ്പം അതേ സമയത്ത് ഫാസിദായ നിസ്കാരം നിസ്കരിക്കുന്ന ഒരു ജമാഅത്താണെങ്കിൽ അവിടെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പം അതിന് ഈ പറഞ്ഞ പ്രയോജനമൊക്കെ നഷ്ടപ്പെട്ട്.
അപ്പൊ ഒരു സമൂഹത്തിൽ ഒരു നാട്ടിലുണ്ടാകേണ്ടത് എന്താ? പെർഫെക്റ്റ് ആയി നിസ്കരിക്കുന്ന ഒരു ഇമാം ഉണ്ടാകണം. ആ ഇമാമ് അവന്റെ കൂടെ സ്ഥിരമായി നിസ്കരിക്കാൻ വരുന്നവന് ട്രെയിനിങ് കൊടുത്തിട്ട് പെർഫെക്റ്റ് നിസ്കാരക്കാരനാക്കി മാറ്റണം. സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ വരുന്നവനെ സ്ഥിരമായിട്ട് കൈ കിട്ടുന്നില്ല. അപ്പൊ അവര് ഉപദേശം കൊടുത്ത് അവന്റെ നിസ്കാരത്തിൽ വരുന്ന ഖത്തവ് തീർത്തു കൊടുത്തിട്ട് അവന്റെ നിസ്കാരം ശരിയാക്കണം. അപ്പൊ അങ്ങനെ ഒരു ബേസിക് ജമാഅത്ത് വന്നവിടെ. ഈ ജമാഅത്തിനെ തുടരുന്ന ജമാഅത്തുകൾക്ക് എന്ത് ചെയ്യും? ഈ ഗുണം പകർന്നു കിട്ടാനുള്ള സാധ്യത വരിക. ആ ഗുണിത വേഗതയിലാണ് വരിക. 1+1 = 1. പിന്നെ 1 2 ആയി, 2 എന്തായി? 4 ആയി, 4 8 ആയി, അങ്ങനെ പോവും. അങ്ങനെ ഈ സമൂഹം മെച്ചപ്പെടും. പക്ഷെ ഫൗണ്ടേഷൻ ഒന്ന് പണിയെടുക്കില്ലല്ലോ നമ്മൾ ഉമ്മത്തിന്റെ പ്രശ്നം എവിടെ കാണുന്നത്? IAS-കാരില്ലാത്തത്, IPS-കാരില്ലാത്തത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തത്, സ്കൂളുകൾ മലപ്പുറം ജില്ലക്ക് അനുവദിക്കാത്തത്, ഇതൊക്കെ നമ്മളെ പ്രശ്നങ്ങൾ. അതല്ലാതെ നമുക്ക് നിസ്കാരം കൊളായത് പ്രശ്നമല്ലല്ലോ. നിസ്കാരത്തിൽ നിന്ന് തുടങ്ങി നിങ്ങള്. നിസ്കാരം ശരിയാക്കിയവന്റെ റിസ്ക് അള്ളാഹു തആല ഏറ്റെടുത്ത്, നിസ്കാരം ശരിയാക്കിയവന്റെ പ്രശ്നങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത്, ഇങ്ങനൊക്കെ ഓഫർ ഉണ്ട് ഇതിൽ. ഇതൊക്കെ നമ്മൾ ഹദീസായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടായിട്ട് നമ്മളെ തലച്ചോറിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. ആ ഹദീസ് നമ്മൾ കിതാബിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തലച്ചോറിൽ നമ്മൾ എന്ത് ചെയ്യണം? കടത്തി വെക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സാധനം വരും. അപ്പൊ എന്താ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. അപ്പൊ എല്ലാവരും മൗലവിമാരൊക്കെ എന്ത് ചെയ്യുക? പൊളിറ്റിക്കൽ പരിപാടികളൊക്കെ നിർത്തിയിട്ട് വേഗം എല്ലാവരും പോവുക. അവരവരെ നിസ്കാരം സ്വയം ശരിയാക്കുക, മറ്റുള്ളവരുടെ നിസ്കാരം ശരിയാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് രണ്ടാമത് പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിയാൽ ഹലാലും ഹറാമും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് അർഹമായതിലേക്ക് ഇസ്തിഖാറത്തോടുകൂടി ഇറങ്ങണം. അഹമ്മദ് സാലിഹ് ഉസ്താദ് പറഞ്ഞത് എന്താ അറിയോ? എല്ലാ ദിവസവും ഇസ്തിഖാറത്ത് നിസ്കരിക്കണം എന്നാ. എല്ലാ ദിവസവും ഇസ്തിഖാറത്ത് നിസ്കരിക്കണം. എന്താ? ബിയദിക്കൽ ഖൈർ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഖൈർ വേണ്ടേ? അപ്പൊ എല്ലാ ദിവസവും ഇസ്തിഖാറത്ത് നിസ്കരിക്കണം. ഇന്ന ദിവസത്തെ ഖൈർ മുഴുവൻ എനിക്ക് തരണേ അല്ലാഹ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഖൈർ അല്ലാഹുവിൽ നിന്ന് കിട്ടുക. ഇപ്പൊ നമ്മൾ നടത്തണ എല്ലാ കാര്യങ്ങളും നിലക്കാണ് നമ്മൾ ഈ ചിന്താഗതിയിലൊക്കെ എത്തിയിരിക്കുന്നത്. ഭൗതിക ചിന്താഗതിയിലൂടെ പോയിട്ട് നമ്മൾ എവിടേക്ക് എത്തണത്? യൂറോപ്യന്മാർ പകർന്നെന്ന ജീവിത കാഴ്ചപ്പാടും വെച്ചിട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പൊ പിന്നെന്തില്ല? നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നേ ഇല്ല. നിസ്കാരം എന്ന് പറഞ്ഞത് പള്ളി മൂലയിൽ ഒതുങ്ങിയ ടിം നിസ്കാരം എന്ന് തലങ്ങനെ കുത്തി മറിയാം. അതൊരു എക്സസൈസ്. അതൊക്കെ പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫർളും ഷർത്തും മുബത്തിലാത്തുകളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഗൗരവമുള്ളൊരു നിസ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് ഗൗരവപൂർവമാക്കണമെങ്കിൽ തൗഹീദ് ഇടവെച്ച് കൊടുക്കണം. അള്ളാഹുവിനെ ഇടയിൽ വേണം. നിസ്കാരം ശരിയാക്കി. അപ്പൊ നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ഇത്രയല്ലേ സംസാരം പോകണല്ലോ. അവിടെ കേട്ടെ, അത് അവിടെ നിന്നാ പോരാ. പിന്നെ എന്ത് പറയണം? നിസ്കാരം തന്നെ എന്താണെന്നറിയോ മോനെ? അപ്പോൾ നിസ്കാരത്തിന്റെ ഫർള് എത്രയെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും. എന്തിനാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാലാ എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ, എൻ്റെ റബ്ബിന്റെ തൃപ്തി കിട്ടാൻ, എൻ്റെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് എൻ്റെ റബ്ബിനോട് എനിക്ക് നന്ദി പറയാൻ എന്ന് മറുപടി പറയുന്ന കുട്ടികളെ കാണിക്കാൻ പറ്റും നമുക്കൊന്ന്. മദ്രസയുടെ എണ്ണം പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കല്ലേ? കേരളത്തിലെ ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് സാക്ഷരത ഇല്ല, അവർക്ക് അടിസ്ഥാനപരമായ ദീന് ഒന്നും അറിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. നമുക്ക് എന്തുണ്ട്? നിസ്കാരം എല്ലാവർക്കും ദീനി സാക്ഷരത ഉണ്ട് കേരളത്തിൽ. പക്ഷേ നമ്മൾ ചോദിക്കുക, മോൻ എന്തിനാണ് നിസ്കരിക്കണമെന്ന് വെച്ചാൽ ഇതിന് മറുപടി പറയാൻ പറ്റിയ എത്ര ആളുണ്ടാവും? ബോധപൂർവം ഇതിന് മറുപടി പറയണ എന്താ നോക്കുക നമ്മൾ. അത് വളരെ ഒരു ദുർബലമായ മറുപടിയല്ലേ? എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ, എൻ്റെ റബ്ബിന്റെ തൃപ്തി കിട്ടാൻ, എൻ്റെ റബ്ബിന് നന്ദി ചെയ്യാനെന്ന് മറുപടി പറയുന്ന വിധത്തില് അള്ളാഹ് വന്നില്ലല്ലോ, എപ്പോഴും കൂലിയല്ലേ വന്നിട്ടുള്ളൂ. അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാന്ന് പറയുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരുന്നു. എന്താ അള്ളാഹ് വരാത്തത്? നിസ്കാരം അള്ളാഹുടേതാണ്. അക്കിമിസ്സലാത്ത ലിദ്ദിക്രി, എൻ്റെ ദിക്റിന് വേണ്ടി. അങ്ങനത്തെ നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് വരണ്ടേ കൂടെ, നിസ്കാരത്തിന് കൂടെ അള്ളാഹ് വരണം. അപ്പോൾ നിസ്കാരത്തോടുള്ള നമ്മളെ ഗൗരവം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിനോട് നമ്മളെ ഗൗരവമായിട്ട് മാറണം. അപ്പൊ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിസ്കാരത്തിന് ഗൗരവം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നിസ്കാരത്തിന് കോൺസെൻട്രേഷനും വരുള്ളൂ. കാരണം എൻ്റെ റബ്ബിന് ഞാൻ സമർപ്പിക്കുന്ന ഒരു കാര്യമാണിതെന്ന ബോധമാണ് അവനെ ഭരിക്കുന്നത്. ഒരാളെ വിളിച്ചിട്ട് നമ്മൾ പറയാണ്, ആളെ കയ്യിലൊരു വിളക്ക് കൊടുത്ത്,
അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ പറയാണ്, ഈ വിളക്കാനും കെട്ടാൻ എൻ്റെ തല ഞാൻ വെട്ടുന്നതിൻ്റെ വാളായിട്ട് പിന്നാലെ അടക്കുമെന്ന് വിചാരിച്ചോ. ഇയാളിങ്ങനെ തലകയിൽ വിളക്കും പിടിച്ച് പോകുന്നു, പിന്നാലെ നമ്മൾ വാളായിട്ട് ചെല്ലുന്നു. ഇയാൾ പറയാണ് വിളക്ക് കെട്ടാൻ തല പോയി. അപ്പോൾ അയാൾ എങ്ങനെ നടക്കുക? അയാളുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടാവും? അത് ആ വിഷയത്തോടുള്ള ഗൗരവം വർദ്ധിച്ചു. ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ഒരു 50 ശതമാനം മിഠായി തരാം, അതൊന്ന് കിടത്താതെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. 50 ശതമാനം മിഠായി കിട്ടിയതിനും വേണ്ടി നമുക്കിപ്പോൾ ശ്രദ്ധിക്കാൻ വയ്യാന്ന് തോന്നും. ഇത് തലേന്ന് പോണത്, തല പോണ കേസാണ്. അപ്പം ആ രൂപത്തിൽ നമുക്ക് ജീവവായു തരുന്ന എൻ്റെ ജീവന്റെ ഉടമസ്ഥനായ അള്ളാഹു, നമ്മളെ ഈ ശരീരത്തിൽ കളിക്കുന്ന ജീവനുണ്ടല്ല, അതിൻ്റെ ഉടമസ്ഥൻ, അതെപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ അധികാരമുള്ള ഒരു അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഗൗരവം ഉണ്ടാവും. പിന്നെ നിസ്കാരത്തിൽ ഇനി മാധുര്യം, എന്നും നിസ്കരിച്ചിരിക്കൊരു പൂതി ഇരുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞതുപോലെ മൂപ്പർക്ക് നിസ്കാരത്തിന് പൂതി ഇരുന്നുണ്ടായിരുന്നില്ല. മാധുര്യം, നിസ്കാരത്തിൻ്റെ മാധുര്യം, അത് അള്ളാഹുവിനോടുള്ള മാധുര്യമാണ്. ആ ഒന്നില്ലെങ്കിൽ മാധുര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ഭയം ഉണ്ടാകണം. ഇത് ചെയ്തില്ലെങ്കിൽ തെറ്റിയ പ്രശ്നമാണെന്നുള്ള ഗൗരവം, അല്ലെങ്കിൽ എന്ത് രസം അത് ആസ്വദിക്കാൻ എന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ ഒരിക്കലും എഴുത്തെഴുതിയിരുന്നു, നിങ്ങൾക്ക് ടൈമിങ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പൊതുവെ ആ വാക്ക് എന്തിനാ ഉപയോഗിക്കൽ? എവിടെയാണ് ടൈമിങ് കിട്ടാത്ത പ്രശ്നം വരല്? അപ്പം നിസ്കാരത്തിൽ നമുക്ക് ടൈമിങ് കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കണത്. റബ്ബിൻ്റെ മുന്നിൽ ഞാൻ കുറച്ചു നേരം കൂടി നിൽക്കട്ടെ, ഫാത്തിയ കഴിയേണ്ടിയിരുന്നില്ല, ഒന്നുകൂടി ഫാത്തിയ ഓതട്ടെ എന്ന് തോന്നിപ്പോയിട്ടുണ്ടാ? അപ്പം ആ രൂപത്തിൽ അതിന് മാധുര്യം വരുമ്പോൾ അതിന് ടൈമിങ് കിട്ടാത്തത് നമുക്ക് ടൈമിങ് വേണമെന്ന് തോന്നും, ടൈമിങ് കൂട്ടാൻ നോക്കും. അപ്പം അതിലേക്ക് ശ്രദ്ധ കൂടും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനകത്ത് അള്ളാഹുവിൻ്റെ ശ്രദ്ധ വന്ന്, അള്ളാഹുവിൻ്റെ ദിക്ർ വന്ന്. അപ്പം ദിക്റാണ് ഇവിടെ ശരിയാക്കാനുള്ളത്. അള്ളാഹുമായുള്ള റസൂലുമായുള്ള നമ്മുടെ മാനസികമായ അടുപ്പം ഉണ്ടാക്കുന്ന സാധനം എന്താ? ദിക്റാണ്. മനസ്സിലായ? ദിക്ർ തന്നെ സാധനം എന്താ? ഓർമ്മിക്കൽ, ഓർമ്മ, ബോധം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ല. എന്തിനെ കുറിച്ചുള്ള? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, റസൂലിനെ കുറിച്ചുള്ള ദിക്ർ, ആഖിറത്തിനെ കുറിച്ചുള്ള ദിക്ർ. 3 സാധനങ്ങൾ ദിക്ർ ചെയ്യാനുള്ളത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് 3 സ്തംഭമാണ്. പക്ഷെ ഈ 3 ശരിയാക്കാൻ വേറെ 3 കൂടി നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. റിജക്റ്റ് 3 ആൻഡ് 3 എന്ത് ചെയ്യണം? സുബൂത്താക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപാടി. എങ്ങനെയാണ്? ലാ കൊണ്ട് റിജക്റ്റ് ചെയ്യല ഫസ്റ്റ് സംഭവിക്കണത് അല്ലേ? അത് 3 പ്ലസ് ചെയ്യാനുള്ള അറിയോ? അള്ളാഹു, റസൂൽ, ആഖിറം. ഞാൻ ആര്, ഞാൻ എവിടെ ജീവിക്കുന്നു, എൻ്റെ അമൽ എങ്ങനെ ഉണ്ടാകുന്നു, ഈ 3 കാര്യങ്ങളിലേക്ക് ചേർത്ത് വെക്കുക. അപ്പം അതെങ്ങനെ വെക്കല്? ഇതാ, ഞാൻ വളരെ ദുർബലനായ മനുഷ്യനാണ്, അഹങ്കാരിക്കാൻ ഒരു വകുപ്പുമില്ല. എൻ്റെ അമലോ അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ടുണ്ടാകുന്നതാണ്, ഞാൻ ചെയ്യുന്നതല്ല എന്നല്ല, വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല കേട്ടാ. എൻ്റെ കരുത്ത് കൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എന്ന് പറഞ്ഞോടെ തന്നെ കാര്യം വന്നു. പിന്നെ എൻ്റെ അമല് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഔലിയാക്കളുടെ ഫതഹിനെ കുറിച്ച് പറയണതാ. ഔലിയാക്ക് 6 ഫതഹുകളുണ്ട്. 6 ഫതഹാണിത്. ഈ 6 ഫതഹും കിട്ടിയ ഒരാൾക്കാണ് ജദ്ബ് ഉണ്ടാകുക അള്ളാഹുടെ ഭാഗത്തുനിന്ന്. അള്ളാഹുവിൻ്റെ മുഖറബായിട്ടൊരു ജദ്ബ് വരും. എന്താണ് ജദ്ബ് എന്ന് പറഞ്ഞാൽ? എന്താ? പിടിച്ചു വലിക്കുക അതിലേക്ക്, അള്ളാഹുവിൻ്റെ കുർബിലേക്ക്. അത് സംഭവിക്കണമെങ്കിൽ ഈ 6 ശരിയാകണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരാണ്? ദുർബലരാണ്. ദുർബലനായ ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. എങ്ങനെ? അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ തന്ന കരുത്ത് കൊണ്ട്, അവൻ തന്ന തൗഫീക്ക് കൊണ്ട്, അവൻ തന്ന ഹിദായത്ത് കൊണ്ട്. അതല്ലാതെ അവൻ്റെ ഔദാര്യവും അവൻ്റെ ഫضലും അവൻ്റെ റഹ്മത്തും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതിന് കഴിയില്ലായിരുന്നു എന്ന ഫഖർ അവിടെ വരണം. അതല്ല ഞാനൊരു നിസ്കാരക്കാരനാണ് എന്ന നിലക്ക് അല്ലാഹു അക്ബർ ചൊല്ലിയാൽ അതെന്തായി? ഉജുബിൻ്റെതായി. ഉജുബ്, അവിടെ ഉജുബാണ് വിഷയം. ഉജുബ് ഭയങ്കര സംഭവമാണ്.
നമ്മൾ നിസ്കരിക്കാത്ത ഒരാൾ, അയാളെ കൽബിൽ ഉജുബ് ഉണ്ടാവില്ല. ഉജുബ് എന്ന രോഗത്തെ തൊട്ട് അയാൾ സലാമത്താണ്. നിസ്കരിക്കില്ല, ഞാൻ നിസ്കരിക്കാത്തൊരു മഹാഭയനാണല്ലോ, അവരൊക്കെ ഉണ്ട് നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ ചിന്താഗതിയാണ്. എന്നിട്ട് ഇയാൾ നിസ്കരിച്ച് തുടങ്ങുമ്പോഴാ, നിസ്കരിച്ച് 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഇയാൾ ഈ ടീമിൽ പെട്ട്. അപ്പം നീ മുതൽ ഞാൻ നിസ്കാരക്കാരനാണ്, മറ്റുള്ളവർ നിസ്കരിക്കാത്തവനാണ് എന്നില്ല, മറ്റോട് പുച്ഛവും തൻ പൊരിമയും വന്ന്. അതുകൊണ്ടാണ് നിസ്കാരക്കാരന് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഏത് അമലും. നിസ്കാരമാകട്ടെ, ഇൽമോടിക്കലാകട്ടെ, ഇൽമിനും അമലിനും അത് നേടുന്ന ആ അവസരത്തിൽ തന്നെ അതിന് വന്നു ചേരുന്ന ഒരു ക്ലാവ് ഉണ്ട്. ക്ലാവ് എന്ന് പറയില്ലേ അതിന്, ഫംഗസ്. ഒരു ഫംഗസ് പെട്ടെന്ന് ബാധിക്കും. അതാണ് ഇത് യൂട്യൂബ്. അതുകൊണ്ട് കിട്ടിയ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഈ ഫംഗസ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാത്തത്. സുലൂക്ക് മുന്നോട്ട് പോകാത്തതിന് കാരണം അതാണ്. നമ്മൾ നിസ്കാരക്കാരനായ ഉടനെ ഞാൻ നിസ്കാരക്കാരനായി എന്ന തോന്നലും മറ്റുള്ളവരെ കുറിച്ചുള്ള പുച്ഛബോധവും ഇതും കൊണ്ട് മാറിയിട്ട് എന്ത് വരണം, ഇത് അള്ളാഹുവിൻ്റെ ഫളലാണ്, അവൻ്റെ റഹ്മത്താണ്, ഞാൻ ഇതിന് അർഹനായിട്ടല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, എൻ്റെ ഒരു അർഹത കൊണ്ടുമല്ല. ഇത് പ്രത്യേകം എടുത്തു പറയാണ്. അമലിനുള്ള ഫതഹ് എന്നതിന് പറയാം. അമലിൻ്റെ ഉജുബ് പോയിട്ട് അത് അള്ളാഹുവിൻ്റെ ഫള് കൊണ്ടാണെന്ന ബോധത്തിൽ നിൽക്കലാണ് അതിൻ്റെ ഫതഹ്. പിന്നെ നമ്മളെ മൊത്തം ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് എപ്പോഴും ഫക്കീറാണ്. ഹയാത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് ജീവിക്കാൻ, കുദറത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ട് വേണം പ്രവർത്തിക്കാൻ, ഇറാദത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് ചിന്തിക്കാൻ, ഇൽമ അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ, ആ ഇൽമു വെച്ചിട്ട് എന്തെങ്കിലും ചിന്തിച്ചു നോക്കാൻ. അല്പം ഇൽമു മാത്രം കിട്ടിയൊരു കാര്യമില്ല, ഇറാദത്തും കൂടി വേണം. ഇൽമ എവിടെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നതാണല്ലോ ഇറാദത്ത് നിശ്ചയിക്കണത്. ഇൽമ കൊണ്ട് അറിഞ്ഞതിനെ ഇറാദത്ത് കൊണ്ട് തഖ്സീസ് ചെയ്ത് കുദറത്ത് കൊണ്ട് ഫിഅൽ ചെയ്യണം. അങ്ങനെയാണ് വരുന്നത്. ഇൽമ കൊണ്ട് അറിഞ്ഞ്, അള്ളാഹുവിൻ്റെ ഇൽമ കൊണ്ട് അതിനെ ഇറാദത്ത് വെക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റിയ അറിയുന്നത്, അനീസിൻ്റെ അടുത്തേക്ക് പോകണ്ടട്ടാ, അനീസിനിപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, എന്താ ഭ്രാന്തനാവും ഇറാദത്ത് പോയാൽ. അള്ളാഹുവിൻ്റെ ഇറാദത്ത് എന്ന സിഫത്ത് നമ്മളിലില്ലെങ്കിൽ, വേണ്ട വണ്ണം ഇല്ലെങ്കിൽ ഭ്രാന്തനായി. ഇൽമില്ലെങ്കിൽ ആരായി, വിഡ്ഢിയായി. ഹയാത്തില്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുക അറിയാല, സ്വന്തം മക്കളെ തന്നെ കൊയ്യത്തി കുഴിച്ചിടും, അതുണ്ടാകുക. അപ്പം അള്ളാഹുവിൻ്റെ ഉമ്മു സിഫാത്തിൽപ്പെട്ട 7 സിഫത്തുകൾ കൊണ്ട് നമ്മളെ മുത്തസിഫാക്കിയത് കൊണ്ടാണ് നമ്മൾ ബഹുമാന്യനായ വലക്കത് കറംന ബനി ആദമായത്. ആ അള്ളാഹു അങ്ങനെ നമ്മൾ കറാമത്ത് ചെയ്ത് നമുക്ക് കറാമത്ത് എന്നെങ്കിൽ എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ 7 സിഫാത്തുകളുണ്ട്. ഏതൊക്കെ, ഹയാത്ത്, ഇൽമ്, ഇറാദത്ത്, കുദറത്ത്, സംഅ്, ബസർ, ഇതൊന്നും കൂടിയുണ്ടല്ലോ, കലാം. 7 എണ്ണം. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് കോട്ടം വന്നാൽ എന്താവും, ഹയാത്തിന് കോട്ടം വന്നാൽ പിന്നെ ആള് കിടപ്പാവും, അല്ല പിൻവലിക്കപ്പെട്ടാൽ മരിച്ചു. ഇറാദത്തിന് കോട്ടം വന്നാൽ ഭ്രാന്തനായി, സെമ്മിന് കോട്ടം വന്നാൽ എന്തായി, പൊട്ടനായി, ഇതിന് ബസറിന് കോട്ടം വന്ന എന്തായി, കണ്ണു പൊട്ടനായി, കലാമിന് കോട്ടം വന്ന എന്തായി, നാക്ക് പൊട്ടനായി, നാക്ക് പൊട്ടൻ, കണ്ണ് പൊട്ടൻ, ചുവട് പൊട്ടൻ, ഭ്രാന്തൻ. ഈ സിഫത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു തആല നമ്മളെ സലാമത്താക്കുമ്പോഴാണ് നമ്മൾ ജെന്റിൽമാനാണ് അല്ലേ. ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് സിദ്ധാന്തം പറയാനല്ല, നമ്മുടെ മനോമുഖരത്തിൽ അതിങ്ങനെ വേണ്ട വിധത്തിൽ പൂണ്ടുപിടിച്ച് യക്കീനായിട്ട് കിടക്കണം. യക്കീന കെട്ടിക്കിടന്നു, അതവിടെ തന്നെ കെട്ടിക്കിടക്കണം ഈ ബോധം. അതുകൊണ്ടാണ് യാദ് ഹക്ക് യാഫ്ത് ഹക്ക് ബിദ്ദവാം എന്ന് പറഞ്ഞത്. ഹക്കിനെ അറിയുക, ഹക്കിനെ കുറിച്ചുള്ള ബോധം എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള സ്വയം മനസ്സിലാക്കലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതവും അള്ളയും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? അള്ളാഹു നമ്മുടെ ഖാലിക്കാണ്, നമ്മൾ മഖ്ലൂക്കാണ്. അള്ളാഹു നമ്മുടെ മാലിക്കാണ്, നമ്മൾ മംലൂക്കാണ്. അള്ളാഹു നമ്മുടെ റാസിക്കാണ്, നമ്മൾ മർസൂക്കാണ്. അള്ളാഹു നമ്മുടെ ഹാക്കിമാണ്, നമ്മൾ മഹ്കൂമാണ്. ഹാക്കിമു മഹ്കൂം എന്താ വിഷയം അറിയില്ലേ? വിധിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ വിധി. വിധി ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അള്ളാഹുടെ വിധി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത് തന്നെ. തിരക്കഥ ഇല്ലെങ്കിൽ സിനിമ ഉണ്ടാ. അള്ളാഹുവിൻ്റെ ഒരു തിരക്കഥ ഇല്ലത് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആ തിരക്കഥ അനുസരിച്ചല്ലാതെ പോവില്ല. കാരണം എന്താ, അത് ഇല്ലായ്മയിൽ നിന്ന് വന്നതാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ബോധം നിസ്കാരമായിട്ട് എന്താ ബന്ധം? വലിയ ബന്ധമുണ്ടല്ലോ. എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു സുജൂദ് അള്ളാഹ്ക്ക് ചെയ്ത് നോക്കിയേ, അതിന് മാധുര്യം വരും.
അള്ളാഹുവിന് ചെയ്യുന്ന റുക്കുവിൽ മാധുര്യം ഉണ്ടാവും, അള്ളാഹുടെ മുന്നിൽ ഖിയാമ ചെയ്യുമ്പോൾ അതിനൊരു മാധുര്യം ഉണ്ടാവും, ഫാത്തിഹ ഓതുമ്പോൾ അതിനൊരു മാധുര്യം ഉണ്ടാവും. ഈ അറിവില്ലായ്മ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം, തിയറി പഠിച്ചിട്ട് കാര്യമില്ല. തിയറി ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോവില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും മൂലക്കം കൊണ്ടുനക്കും, അത് പറ്റൂല. ഇതെവിടെ തന്നെ വേണം, സ്വദറിൽ പൂണ്ട് പിടിച്ച് അതിൽ യക്കീനാകണം. ഇൽമു പഠിച്ചിട്ട് ഇൽമുൽ യക്കീനാകണം. എന്നിട്ട് ഇതിനെക്കുറിച്ച് തഫക്കുർ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ, തഫക്കുർ ചിന്തിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ചിന്തിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങനെ തഫക്കുറിനൊരു തഫ്സീർ, ഒരു താരീഫ് ഉണ്ട്. എന്താ തഫക്കുർ എന്ന് പറഞ്ഞാൽ? 2 പോയിന്റ് നമുക്ക് 2 ഇൽമുകൾ കിട്ടിയാൽ അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് മൂന്നാമത്തൊരു ഇൽമിലേക്ക് എത്തും. അതാണ് തഫക്കുർ. യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്. അള്ളാഹ് ആകാശഭൂമികളെ കുറിച്ച് അവർ ചിന്തിക്കും. എന്നിട്ട് അവർ പറയുന്നത് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. അപ്പോൾ ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്താണ് വാനശാസ്ത്രത്തിലേക്കും ഭൂശാസ്ത്രത്തിലേക്കും പോയതാണെങ്കിൽ എന്തായില്ല, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ എന്ന് പറയൂല. വാനശാസ്ത്രത്തേക്കും ഭൂമിശാസ്ത്രത്തേക്കും പോയിക്കോട്ടെ, പോകരുത്, തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടേക്ക് എത്തണത് നമ്മളുടെ ഇടയിൽ എന്തുള്ളോ കണക്കിപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റത് അള്ളാഹുവിൻ്റെ എന്താണ് ആസാരിയായ അൻവാർ കിട്ടിയ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന ആസാരിയായ അൻവാർ സയൻറ്റിസ്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്, സിഫാത്തിയായ അൻവാർ കൊടുത്തിട്ടില്ല. അത് ഔലിയാക്കൾക്ക് മുഖറബീങ്ങൾക്കേ ഉള്ളൂ. ആ സിഫാത്തിയായ 100 കിട്ടിയ ആളുകൾ എന്തു പറയും? റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് പറയും. അതിലേക്ക് എത്തണം. ആ ചിന്ത സയൻറ്റിഫിക്കൽ ചിന്ത അല്ല. സയൻസ് അവിടെ ഉണ്ടായിക്കോട്ടെ, സയൻസിൻ്റെ പ്രയോജനം വേറെ അല്ലേ. ഇപ്പം നമ്മൾ പേന കൊടുന്ന് വെച്ചെന്ന് ചോദിച്ചിട്ട് വിശക്കുണ്ട്, ആ പേന നോളിന്ന് ആരെങ്കിലും പറയുമോ? പേന ഉപയോഗം എന്താ? എഴുതലാണ്. ഭക്ഷണം വേറെ കഴിക്കണം. അപ്പോൾ അതാണ് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. മൂന്നാമത്തെ എന്താണ്? 6ാമത്തെ കാര്യം അള്ളാഹു, റസൂല്, പരലോകം. അതിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മൾ ഞാനെന്ത്, എൻ്റെ അമലെന്ത്, ഇനി എന്താണെന്നുള്ളത്, ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്? ദുനിയാവിൽ. ഈ ദുനിയാവ് എന്താ സാധനം? ഖുർആൻ എന്താ ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത്? ഇന്നമാ മതലുൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ്. ആയത്തിൻ്റെ തുടർന്ന് എന്താ പറയണത്? വെള്ളം ഇങ്ങനെ ആകാശത്തു നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പച്ചപ്പുണ്ടായിട്ട് എന്തൊരു മനോഹരമായ സ്ഥലമല്ലേ. മുണ്ടക്കയം എത്ര മനോഹരമാണ്. പക്ഷേ ഉരുൾപൊട്ടൽ എപ്പോഴാണ് വരിക എന്ന് അറിഞ്ഞൂടാ. അതാണ് ദുനിയാവ്. നമ്മൾ കാണുന്ന താഴ്വാരകൾ ദൂരെ നിന്നങ്ങനെ നോക്കാൻ നല്ല രസമാണ്. പക്ഷെ അവിടെ പോയി ഇറങ്ങാൻ രസമുണ്ടാ? അവിടെ കിടക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? അതൊന്നും രസം ഉണ്ടാവില്ല. വയനാട് ചുരങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ച കാണാം. ആ കാഴ്ച കാണുന്ന പച്ചപ്പിലേക്ക് നമുക്ക് പോയിട്ട് ഇരിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്നില്ല അല്ല ചോദിക്കണത്. അവിടെ ചെളിയും വെള്ളവും ഹിംസ്ര ജന്തുക്കളും നമുക്ക് സൗകര്യപ്രദമായ സ്ഥലമില്ല. നിങ്ങളാ കാണുന്ന കാഴ്ചയുടെ ആനന്ദത്തിനപ്പുറത്ത് അതിലുള്ള എന്താ ചെളിയും ദുർഗന്ധവും പിന്നെ ഹിംസ്ര ജന്തുക്കളും വിഷാംശങ്ങളൊക്കെ അല്ലേ. അതല്ലേ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ലാഹിറുഹ, അതിൻ്റെ ലാഹിർ എന്താണ്? നമ്മളെ വഞ്ചിക്കുന്നൊരു സാധനമാണ്. എന്നാൽ സ്വർഗം നേരെ തിരിച്ച് നിങ്ങൾ കാണുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും അതിൻ്റെ ആസ്വാദനം. സ്വർഗത്തിലുണ്ട് താഴ്വാര, പച്ചപ്പ്, സ്ത്രീകൾ ഒക്കെ ഉണ്ടാവും. ഇവിടും അതിനോട് അടുത്താൽ, വണ്ടിയോട് അടുത്താൽ മാങ്ങയുടെ പുളി അറിയുന്ന പോലെയാണ് വിഷയങ്ങൾ. അപ്പൊ ദുനിയാവ് മത്താ ഉൽ ഖുറൂർ ആണെന്നാണ് അള്ളാഹു താല പറഞ്ഞത്. ഖുർആനിലെ പ്രയോഗമല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ട്? മത്താ ഉൽ ഖുറൂർ എന്ന് പറഞ്ഞാൽ ദാറുൽ ഖുറൂർ എന്ന് സൂഫിയാക്കളപ്പോൾ പറഞ്ഞ്. ദാറുൽ ഖുറൂർ പറ്റിക്കുന്ന ലോകം. അപ്പൊ ഈ ദാറുൽ ഖുറൂറിലെ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധം. ഞാൻ എന്ന് പറഞ്ഞാൽ എത്ര ലൈഫാണ്, എപ്പോഴും അള്ളാഹുവിലേക്ക് ഫക്കീറാണ്. പ്രത്യേകിച്ച് എൻ്റെ അമലിന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് പ്രത്യേകമായ തൗഫീക്ക്, അള്ളാഹുവിൻ്റെ റഹീമിയത്തിൻ്റെ അൻവാർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിസ്കാരക്കാരനാവുകയില്ല. ബാലേട്ടനും ഗോവേട്ടനും ജോസഫേട്ടനൊക്കെ ഉണ്ട് ഇവിടെ. അവർക്കൊക്കെ അള്ളാഹു അവൻ്റെ കമാലിയായ 7 സിഫത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും വായ കൊണ്ട് സംസാരിക്കുകയും അറിവും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം വാങ്ക് കേട്ട് കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാനിതാ സർവവും സമർപ്പിക്കുന്നു എന്ന് പറയുന്നില്ല. അത് ചെയ്യുന്നില്ല. എന്താ കാരണം? അത് വേറൊരു സ്പെഷ്യൽ സാധനമാണ്.
അത് റഹീം എന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ സിഫത്തിന്റെ അൻവാറിൽ നിന്നുണ്ടാകുന്ന ഹിദായത്തിന്റെ നൂറാണ്. ആ നൂറ് പ്രത്യേകമാണ്. അതുകൊണ്ട് അതിന് തൗഫീഖ് കിട്ടിയ അമലിനെ കുറിച്ച് പ്രത്യേകം പറയണം. അതിന് പ്രത്യേകമായൊരു നന്ദി കൊടുക്കണം. അവിടെ പ്രത്യേകമായ ഉബൂദിയത്തുണ്ട്. ഇബാദത്തിന്റെ അവസരത്തിൽ പ്രത്യേകമായ ഉബൂദിയത്തുണ്ട്. തിന്നുകുടിച്ച് ഹയവാനെ പോലെ ജീവിക്കുന്ന സമയത്ത് ഒരു ആമായ ഉബൂദിയത്തുണ്ട്. അത് കിട്ടാൻ വലിയ പണിയില്ല. ഇത് കിട്ടാൻ വലിയ പണിയാണ്. ഇതിന്റെ കറ കളഞ്ഞു കിട്ടാനേ. അതുകൊണ്ട് ഇൽമു പഠിച്ചവനക്ക് ഇൽമിന്റെ കറ ഉണ്ടാവും, അമൽ ചെയ്യുന്നവന് അമലിന്റെ കറ ഉണ്ടാവും. ദുന്യാവ് അങ്ങനെയാണേ. ഏത് സാധനത്തിനും ക്ലാവ് പിടിക്കും, ഫംഗസ് ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കി തരട്ടെ. വളരെ ഗൗരവത്തിൽ അപ്പം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിസ്കാരത്തിൻ്റെ മുഖദ്ദിമാത്തുകളായ അക്കീദ, ആ അക്കീദയിലുള്ള ഫിക്ർ, ഇത് രണ്ടും ശരിയായി കഴിഞ്ഞാൽ നിസ്കാരം നമുക്ക് ഗൗരവമുള്ള വിഷയമാവും. അപ്പോൾ ഇങ്ങനെയുള്ള റബ്ബിൻ്റെ മുന്നിൽ കിടക്കണം. ഇങ്ങനെയുള്ള റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്നുള്ള ബോധം അവനെ ഭരിക്കുമ്പോൾ അവൻ നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഞാൻ വല്ലതും വിട്ടുപോയിക്കണം. അപ്പോൾ ഉസ്താദിനോട് പോയിട്ട് ചോദിക്കും, ഉസ്താദ് എൻ്റെ നിസ്കാരത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ വിധി എന്താ? നിസ്കാരൻ്റെ ശരിയായിക്കണാ? ഇപ്പം അങ്ങനൊന്നുമല്ല. ഇപ്പം ആൾക്കാരെന്താ വിരിച്ചിക്കണമെന്നറിയോ? അള്ളാഹു റഹ്മാനല്ലേ, നമുക്ക് തോന്നിയ പോലെ നിസ്കരിക്കാം. അള്ളാഹാണ് പുറത്തോളൂ. അത് എന്നാ പിന്നെ ഒരു വേറൊന്നും ചിന്തിക്കണം. എന്താ, അള്ളാഹു റാസിക്കല്ലേ, ഞാൻ തേണ്ട പോലെ നടന്നാൽ പോരെ, എന്തിനാ എത്ര ചുറ്റി കച്ചവടം ചെയ്യണം, സൂക്ഷ്മമായിട്ട് കച്ചവടം ചെയ്യണം. അള്ളാഹു തന്നോളും, ആ കള്ള തരും. ഇല്ല, എന്താ, ഇത് നമുക്ക് വേണ്ടതാണേ. ചോറ് നമുക്ക് വേണ്ടതാ, കച്ചവടം നമുക്ക് ആവശ്യമാണ്, പൈസ നമുക്ക് ആവശ്യമാണ്. നിസ്കാരമല്ലേ അതിൻ്റെ ഒരു എന്താണ് പ്രൊഡക്റ്റ്, അതിൻ്റെ ഒരു ഉൽപ്പന്നം, അതിൻ്റെ ഒരു പ്രത്യുൽപ്പന്നം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ഗൗരവമില്ലാത്തത്. അതിന്റെ പ്രത്യുൽപ്പന്നം എന്താണ്? ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം ഫഹ്ശാ മുൻകറിൽ നിന്ന് നമ്മളെ സലാമത്താക്കി തരും. ആ സലാമത്ത് നമുക്ക് കിട്ടണം. അപ്പൊ ഹറാമ സൂക്ഷിക്കാൻ നമുക്കുള്ള കരുത്ത്, ശിർക്ക് സൂക്ഷിക്കാനുള്ള കരുത്ത് ഇതാരാ പകർന്നു തരുന്നത്? നിസ്കാരാണ്. അത് നമുക്ക് പകർന്നു കിട്ടണം. അത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വളരെ വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന ഗൗരവ ബോധം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അവിടെ നമ്മൾ മസാല ചോദിച്ച് പഠിക്കും. ഒരാൾ ചെയ്തത് ശരിയാണ്, പക്ഷെ അയാൾ മസാല അറിഞ്ഞിട്ട് ചെയ്തതല്ല. അയാൾ കോഴി എസ് വരക്കൂല. കോഴി എസ് വരക്കൽ നമ്മൾ പണ്ടത്തെ ഉദാഹരണമാണ് കേട്ടിട്ടുണ്ട്. കോഴി എസ് വരക്കൽ, കോഴി എസ് വരക്കൽ എങ്ങനെയെന്നറിയോ? കോഴി ഇങ്ങനെ ചിക്കുമ്പോൾ എസ് ഒക്കെ വരില്ലേ? ആ കോഴിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടല്ല എന്നതുപോലെ നമ്മൾ ചെയ്തപ്പോൾ ശരിയായതാണ്, അത് കബൂലല്ല. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമല്ലാതെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു ഞങ്ങൾ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് അറിയണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന ഇൽമുണ്ടാകണം. ആ ഇൽമനുസരിച്ച് ബോധപൂർവം നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലേച്ഛയോടുകൂടി ചെയ്യുന്ന ഒരു ചെറിയ കർമ്മമാണെങ്കിലും അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമായിരിക്കും. നമ്മൾ എന്തൊക്കെ വിചാരിച്ചിങ്ങനെ ആദിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രതിഫലം കിട്ടൂല, അത് വിജയിക്കുകയില്ല, അത് അള്ളാഹുവിൻ്റെ അടുത്ത് മഖ്ബൂലല്ല. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ ഫർളുകൾ, അതിൻ്റെ മുബത്തിലാത്തുകൾ, അതിൻ്റെ സുന്നത്തുകൾ, അതിൻ്റെ ആദാബുകൾ, ഇത് ഓരോന്നും ഞാൻ പഠിച്ചത്, എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ ധാരണയിലുള്ളത്, എൻ്റെ പ്രവൃത്തിയിലുള്ളതുമായി തട്ടിച്ചു നോക്കി ഒന്നും കൂടി പഠന വിധേയമാക്കണം. സമ്പൂർണ്ണ നിസ്കാരക്കാരെ കൂടെ നിസ്കരിച്ച് ഹനീഫുസ്താദിൻ്റെ കൂടെ നിസ്കരിച്ചാൽ നിസ്കാരമൊക്കെ ശരിയാക്കി തരും മൂപ്പര്. വളപട്ടണം ഹനീഫുസ്താദ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ നിസ്കാരമൊക്കെ മൂപ്പര് ശരിയാക്കി തന്ന നിസ്കാരമാണ്. 18 കൊല്ലം ആയിപ്പോൾ മൂപ്പരും നമ്മളും അബ്ദുൽ ബാഷൊക്കെ നമ്മളുള്ള ബന്ധം. അതിൻ്റെ അനുഭവത്തിൽ നമ്മളെ നിസ്കാരത്തിന് എന്തെങ്കിലും ചെറിയൊരു 10 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ദഅവത്ത് ചെയ്യണം. ഈ നിസ്കാരത്തിനെ ഓരോരുത്തരും ശരിയാക്കാൻ വേണ്ടി സ്വയം ശ്രമിക്കണം. ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊക്കെ ഇനിയും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.